ഒരുവിധപ്പെട്ട കാസ്റ്റിങ്ങും ഒരുവിധപ്പെട്ട രണ്ട് ക്ലാസ്സൊക്കെ എഴുതി കഴിഞ്ഞ പടമാണ്. പക്ഷെ അത് കഴിഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. അത് മാത്രമല്ല, ആ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ പടവും ഇഷ്ടപ്പെടാൻ ഞാൻ ഒരുപാട് പേർക്ക് പണി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കില്ല. അത് ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് വേറെ കഥാപാത്രങ്ങൾ, വേറെ കഥ, വേറെ വേറെ ഒന്നുമില്ല. പണി ഞാൻ പറഞ്ഞില്ലേ, പണി എന്നുള്ള ആ സിനിമയിൽ നിന്ന് അതിന്റെ ഒരു കണ്ടന്റ് ഞാൻ എടുക്കുന്നുണ്ട്. ആ സിനിമ, ആ ഒരു ജോണർ, പണിയുടെ സിനിമയുടെ ഒരു ജോണർ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താണോ സിനിമ കണ്ടപ്പോൾ തോന്നിയത് അങ്ങനത്തെ ആ ജോണറിലാണ് എന്റെ 2 സിനിമകൾ അടുത്തത് വരുന്നത്. അത് ഞാൻ ബാക്ക് ടു ബാക്ക് ഡയറക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്റെ അടുത്തൊരു കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ ആ 2 പടങ്ങൾ ആ 3 ഉണ്ട്. ആ 3-ന്റെയൊക്കെ ഓൾമോസ്റ്റ് കാസ്റ്റിങ്ങും പരിപാടികളൊക്കെ ഞാനിങ്ങനെ ഹാൻഡ് പിക്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് കാസ്റ്റിങ്ങുകളെടുത്ത് ഈ രൂപങ്ങൾ ഭയങ്കര ആവശ്യമാണ്. അതൊക്കെ ഒരു വിധപ്പെട്ട രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ രൂപ മനസ്സിലോർത്തരെ, ഈ രൂപ എന്റെ രൂപേ മനസ്സിലോർത്തരെ. മാത്രമാണോ പണി 2ലേക്ക് വരുന്ന വേറെ കഥാപാത്രങ്ങൾ? ആളേ ഇല്ല. പുതിയ നായകനാണ്. ഒന്നുമില്ല. അത് ആ ജോണർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത്. സിനിമ കഴിഞ്ഞ സിനിമയിലൂടെ ഒരു കഥാപാത്രങ്ങളെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞു. എങ്ങനെ ത്രില്ലറാണ് വരുന്നത്? ഇതോ ഇതൊന്നും ഞാൻ പറയാൻ പാടില്ല. ഓൾറെഡി പറഞ്ഞിട്ട് ത്രില്ലറാന്ന് അല്ല ചോദിച്ചേട്ടൻ പറയാം. അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. അല്ല ചോദിച്ചേട്ടൻ എന്താ പറയണത്? നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്, നല്ല രസമുള്ള പടമാണ്. അതായത് അദ്ദേഹം വേറൊരാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി വലിയ ഹിറ്റുകൾ സമ്മാനിച്ചുള്ള ഡയറക്ടറാണ്. അപ്പം അതൊരു വേറൊരാളുടെ ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പുള്ളിക്കൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും ആ സിനിമയ്ക്ക് വളരെ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ സിനിമ എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കൂടെ ഞാൻ ചെയ്യുന്നതും ഒരു രസമുള്ള ഒരു കാര്യമാണ്. കാസ്റ്റിംഗൊക്കെ ഭയങ്കര രസമുള്ള പടമാണ്. സാധാരണ ആക്ടിങ്ങും ഡയറക്ഷനും പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ ഡയറക്ഷൻ ഭയങ്കര പ്രഷർ പിടിച്ച പരിപാടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്പോൾ ചോദിച്ചേട്ടൻ